എല്ലാവർക്കും ഹെപ്റ്റ ബീറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം ക്യാമറയുടെ കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട്. മൊബൈലിൻ്റെ ക്യാമറ കുറച്ച് കംപ്ലൈൻ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പോഴത് സോൾവ് ആയിട്ടില്ല. സോ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ചെയ്ത എക്സസൈസിൻ്റെ ബാക്കി എക്സസൈസ് ഇന്ന് ചെയ്യാൻ പോവാണ്. വീണ്ടും റൈറ്റ് ഹാൻഡിൽ നോക്കാം. അപ്പോൾ മിഡിൽ സി എന്ന് സ്റ്റാർട്ട് ചെയ്യും. C1, C2, C3 എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഒക്ടേവ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത് നമ്മുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് എക്സസൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുപേർ ചോദിച്ചിട്ടുണ്ട് സി മേജർ ലെഫ്റ്റ് ഹാൻഡിൻ്റെ കറക്റ്റ് ഫിംഗർ പൊസിഷൻ എന്താണ്, ഏത് ഫിംഗേഴ്സ് യൂസ് ചെയ്യാൻ ലെഫ്റ്റ് ഹാൻഡ് പ്ലേ ചെയ്യാൻ, അതും കൂടെ ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്ലേ ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ 4 എക്സസൈസ് കഴിഞ്ഞിട്ട് അടുത്ത എക്സസൈസാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. D, E, F, then D, E, F, G, then backwards. G, F, E, D, F, E, D, C. സെയിം തന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ പിങ്കി ഫിംഗർ, ഫിഫ്ത്ത് ഫിംഗറിലാണ് ലെഫ്റ്റ് ഹാൻഡ് സി സ്റ്റാർട്ട് ചെയ്യുന്നത്. C, D, E, F, D, E, F, G, G, F, E, D, F, E, D, C. നെക്സ്റ്റ് എക്സസൈസ് ഓൾട്ടർനേറ്റീവ് നോട്ട്സ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇടയ്ക്കുള്ള, അതായത് സി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇ ചെയ്യുക, അടുത്ത് ജി നോട്ട് ചെയ്യുക. റൈറ്റ് ഹാൻഡിൽ ചെയ്തിട്ട് ലെഫ്റ്റിൽ ചെയ്യാം. സി, ഇ, ജി, ജി, ഇ, സി, ഡി, എഫ്, ഇ, സി. ലെഫ്റ്റ് ഹാൻഡ് സി, ഇ, ജി, ജി, ഇ, സി, ഡി, എഫ്, ഇ, സി. ഈ എക്സസൈസ് 5 ഫിംഗേഴ്സിൻ്റെ നോട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ, ഇനി വരുന്ന എപ്പിസോഡിൽ വെസ്റ്റേൺ നൊട്ടേഷൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഈ ലെസണിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ബോത്ത് ഹാൻഡ് ചെയ്തു നോക്കാം. നെക്സ്റ്റ് വൺ. ഈ ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ്സിലെയും സെക്കൻഡ് ക്ലാസ്സിലെയും ഈ ലെസൺസ് 5 ഫിംഗറിലെ ലെസൺസ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് C to G വരെയുള്ള ഫിംഗേഴ്സ് കറക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം പ്ലേ ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ പ്ലേ ചെയ്യും. ഫിംഗേഴ്സ് ഒരു സി നോട്ട് പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ വരാറുണ്ട്. ചിലർക്ക് ഇങ്ങനെ ഒരുമിച്ച് പ്ലേ ചെയ്യാറുണ്ട്. അതിനായിട്ട് ഒഴിവാക്കാനായിട്ട് ആദ്യം പ്ലേ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഫിംഗേഴ്സ് എല്ലാം റെഡിയാക്കി വെക്കുക. എല്ലാ ടിപ്പും അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ. ആക്ച്വലി ഫിംഗർ പ്ലേസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നമ്മുടെ ഹാൻഡ് വരുന്നത്. അപ്പോൾ റിസ്റ്റിൻ്റെ ഈ പൊസിഷൻ ഇങ്ങനെ മടങ്ങാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ബട്ട് നമ്മുടെ ആർച്ച് സ്റ്റൈൽ എന്ന് ഇതിനെ പറയുന്നത്, പിയാനോയുടെ സ്റ്റൈൽ അല്ലെങ്കിൽ കീബോർഡ് പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കി ഫിംഗേഴ്സ്, നമ്മുടെ തമ്പിന് കുറച്ച് ലെങ്ത്ത് കുറവാണ്, ഇൻഡെക്സ് ഫിംഗർ അതുപോലെ തന്നെ നമ്മുടെ ഈ മിഡിൽ തേർഡ് ഫിംഗറും നമുക്ക് നീളം കൂടുതൽ. അപ്പോൾ അതെല്ലാം കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഒരേപോലെ വരണം. എല്ലാം ഇങ്ങനെ കൈ വെക്കുമ്പോഴത്തേക്കും നമുക്ക് കീബോർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രൈറ്റ് ഒരു ടേബിളിൻ്റെ പുറത്ത് വെക്കുമ്പോൾ എല്ലാ ടിപ്പും ഒരുപോലെ വരണം. അതുപോലെ അത് പ്ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ടച്ച് ചെയ്യേണ്ടത് കൈ വെച്ചതിന് ശേഷം എല്ലാ ഫിംഗേഴ്സും നമ്മുടെ ഓരോ ഫിംഗർ ഓരോ നോട്ടിൽ സി മുതൽ ഡി നോട്ട് മുതൽ എല്ലാം ഉണ്ടോ എന്ന് നോക്കുക. പതിയെ വായിച്ചാൽ മതി. ഫാസ്റ്റായിട്ട് പ്ലേ ചെയ്യേണ്ട. സി വായിക്കുമ്പോൾ അടുത്ത നോട്ട് നോക്കുക. ഇത് തന്നെ ആയിരിക്കും. ആദ്യത്തെ എക്സസൈസ് ചെയ്യാതെ ഞാനിപ്പോൾ ചെയ്ത എക്സസൈസ്, ലാസ്റ്റ് എക്സസൈസ് ചെയ്യരുത്. സി, ഇ, ജി ഈ നോട്ട് ചെയ്യരുത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് ഒരിക്കലും അത് ക്ലിയർ ആവാതെ, ക്ലാസ് 1 എക്സസൈസ് ക്ലിയർ ആവാണ്ട് ഒരിക്കലും ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് സി മേജർ, ഞാൻ ഈ എപ്പിസോഡിൽ ഒരു സി മേജറിൻ്റെ ബോത്ത് ഹാൻഡൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ ബാക്കിയാണത്. 2 count ഫോർ ഈച്ച് നോട്ട്, അതായത് 2 കൗണ്ട് കൊടുക്കുക എല്ലാ നോട്ട്സിനും. ഫസ്റ്റ് കൗണ്ട് നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. സെക്കൻഡ് കൗണ്ടിൽ അടുത്ത ഫിംഗറും അടുത്ത നോട്ടും ഏതാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഓക്കെ, സ്കെയിൽ ഓഫ് സി മേജർ 1, 2 കൗണ്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത ഫിംഗർ നോക്കുക. ദെൻ അടുത്ത 2 കൗണ്ടിൽ ക്രോസ് ചെയ്യുക. ദെൻ ഇവിടെ 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2.
ഓക്കെ, വെസ്റ്റേൺ മ്യൂസിക്കിൽ സ്കെയിൽ ലാസ്റ്റത്തെ സി നോട്ട് റിപ്പീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, റൈറ്റും ലെഫ്റ്റും പ്രാക്ടീസ് ആയതിനു ശേഷമേ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റും ലെഫ്റ്റും ചെയ്യുന്ന അതേ സ്പീഡിൽ ബോത്ത് ഹാൻഡ് ചെയ്യരുത്. എപ്പോഴും വളരെ സ്ലോയിൽ ചെയ്യുക. വേണമെങ്കിൽ അത് 4 കൗണ്ട് കൊടുത്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പതുക്കെ 2 കൗണ്ടിലോട്ട് വരിക. അത് കഴിഞ്ഞ് 1 കൗണ്ട്. അപ്പോൾ 2 കൗണ്ട് 1 2 1 2 1 2 ഇങ്ങനെ കൊടുത്തതിന് ശേഷം അത് ഓക്കെ ആണെങ്കിൽ 1 2 3 4 1 2 3 4 നമ്മൾ താളമാണ്. നമ്മൾ 1 2 3 4 1 2 3 4 പറയുന്ന 4/4 അല്ലെങ്കിൽ 4/4 ടൈം സിഗ്നേച്ചർ അല്ലെങ്കിൽ താളം പറഞ്ഞാണ് കൗണ്ട് ചെയ്യുന്ന. ഫിംഗർ നമ്പേഴ്സ് അല്ല. ഫിംഗർ നമ്പേഴ്സ് അതിന് മുന്നേ പറഞ്ഞിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് 5 4 3 2 1 3 2 1. ഈ സ്കെയിൽ ബോത്ത് ഹാൻഡ് ചെയ്തത് പഴയ എപ്പിസോഡിൽ 1-2 പേര് ചോദിച്ചത് കൊണ്ടാണ്. ഇപ്പം 5 ഫിംഗർ എക്സസൈസ് ചെയ്യുന്നവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത് വരുന്ന ക്ലാസ്സിൽ എങ്ങനെയാണ് നൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.